എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഒരു റീടെസ്റ്റ് നടത്തിയതായിട്ട് കാണാൻ കഴിയും. തീർച്ചയായും ഇത് റീടെസ്റ്റ് തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്കുള്ള ചാൻസ് പ്രത്യേകിച്ചും പറയാനുള്ളത് ചൈനയിലേക്കുള്ള വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ചൈനയിലെ ഓഹരി വിപണിയിൽ നിന്ന് FIs പിൻവാങ്ങുന്നതായിട്ടാണ് ന്യൂസുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഇന്ത്യൻ ഓഹരികളിൽ നിക്ഷേപവുമായിട്ട് വരും. അതിൻ്റെ സൂചനകൾ തന്നെയാണ് വെള്ളിയാഴ്ച കണ്ടത്. പക്ഷേ വരുന്ന 18-ാം തീയതി US ഫെഡ് റിസർവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിംഗ് അനൗൺസ്മെൻ്റ് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാലാണ് മാർക്കറ്റ് പ്രോപ്പറായിട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളൊരു കൺഫേം നമുക്ക് കിട്ടുകയുള്ളൂ. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ടെക്നിക്കൽ വെച്ച് മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ്. ഇന്ന് ചെറുതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗാണ് കണ്ടത്. സ്ലൈറ്റ്ലി US മാർക്കറ്റ് ഒരു റെഡിലും ആയതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ തന്നെയാണുള്ളത്. മിഡ് ക്യാപ് നിഫ്റ്റിയും പോസിറ്റീവിലാണുള്ളത്. ബാക്കി സെൻസെക്സും അതേപോലെ നിഫ്റ്റിയുമാണ് ചെറിയൊരു നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. ഒരു മേജർ ഇത് ഒരു പ്രീവിയസ് ലോ നമ്മൾ എടുത്തുകൊണ്ട് ഇതിനെയും എടുക്കാം, നമുക്ക് ഇതിനെയും എടുക്കാം. 25,230, 25,350 ഈ രണ്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ്, സെക്കൻഡ് റെസിസ്റ്റൻസ്, ഇത് രണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ഏതായിരുന്നാലും നോക്കാം. കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച നമുക്ക് ചെയ്യാനുള്ള ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,660 താഴെയാണ് 5 മിനിറ്റ്സ് സ്കാനിൽ നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 24,753 ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 30 പോയിൻ്റ് അപ്സൈഡിലേക്ക് പോയിട്ട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. തുടക്കത്തിലൊരു ചെറിയ കൺസോൾട്ടേഷനിലൂടെ നിന്ന് പിന്നീട് താഴത്തേക്ക് തന്നെ വരികയാണ് ചെയ്തത്. നമുക്ക് ഇവിടെ നിന്നുമാണ് എൻട്രി ലഭിച്ചിട്ടുണ്ടാവുക. 50 പോയിൻറ്റിൻ്റെ റാലിയാണ് നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. സെൻസെക്സിലും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. നിഫ്റ്റിയിൽ മാത്രം ഒരു ചെറിയ 50 പോയിൻറ്റിൻ്റെ ഇൻഡെക്സിൽ 50 പോയിൻ്റ് റാലി ലഭിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പ്രോഫിറ്റ് ആയിരിക്കാം. കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അനുമാനിക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ട്രേഡ് എടുത്ത സ്ഥിതിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു സിംഗിലാണ്. 24,690 നമുക്ക് ഇവിടെ നിന്നും പിടിച്ചാൽ 25 പോയിൻ്റ് ഇല്ല. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിൽ, അതായത് 3 മണിക്കുള്ള ക്യാൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് 24,693 ക്രോസ് ചെയ്തിട്ടുണ്ട്. 3 മണി ആയതുകൊണ്ട് തന്നെ പലരും ഇവിടെ നിന്നൊക്കെ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവും. എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ട്രേഡ് ലഭിച്ചിട്ടില്ല എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്ന് കണക്ക് കൂട്ടുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പലരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി മുതൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നിഫ്റ്റിയിൽ ഒരു 50 പോയിൻ്റ്. ഓക്കെ, നിഫ്റ്റിയിൽ നിങ്ങൾ ഒരു 50 പോയിൻ്റ് വെക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ 80 പോയിൻ്റ്, 80 പോയിൻ്റ്. അതേപോലെ സെൻസെക്സിൽ 100 പോയിൻറ്റും വെക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് മുതൽ നാളെ മുതൽ ഈ സ്റ്റോപ്പ് ലോസിൽ കൺഫ്യൂഷൻ വേണ്ട എന്നുള്ള നിലയ്ക്ക് 50, 80, 100 എന്നിങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, നാളെ മുതൽ ആ ഒരു രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി സ്റ്റോപ്പ് ലോസ് വെക്കാൻ അറിയുന്നവർക്ക് ഇപ്പോഴുള്ള ആ ഒരു ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഏതെല്ലാം രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് നമുക്ക് പ്രോപ്പറായി എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നോക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ
കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ആദ്യമായി നിഫ്റ്റി നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി 24,800 മുകളിൽ എൻട്രി എടുത്ത് പോകാം. 1 അവർ ടൈം ഫ്രെയിമിൽ അത് തന്നെ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇന്നലെ വരച്ച ലൈനിൽ നിന്ന് തന്നെ നമുക്ക് താഴേക്ക് വന്നാൽ മതി. 24,500 താഴെ അതൊരു മേജർ സപ്പോർട്ടാണ്. 24,500 എന്നുള്ളത് ഈ മാസം, അതായത് ഡിസംബർ എൻഡോട് കൂടി 25,000 എത്തും എന്ന് തന്നെയാണ് കണക്കുകൾ കൂട്ടുന്നത്. നമുക്ക് നോക്കാം ഏതായിരുന്നാലും. ഇനി അത് തന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നാളെ ഇന്നത്തെ ഹൈയായ 24,700 മുകളിൽ എടുത്തു പോകാം. 5 മിനിറ്റ്സ് ക്യാൻഡലിൽ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സിഗ്നൽ നിന്ന് പിടിച്ച് നമുക്ക് താഴേക്ക് വരാം. 24,600 ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്കും 100 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്, സപ്പോർട്ടിലേക്കും റെസിസ്റ്റൻസിലേക്കും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്നും അതിനെ താഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല, താഴത്തേക്ക് ബ്രേക്കൗട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ നിഫ്റ്റിയെയും സെൻസെക്സിനെയും ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയും ഒരു സൈഡ് വേലായിരുന്നു. നാളെ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 53,880 മുകളിൽ എൻട്രി എടുത്ത് പോകാം. 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സിഗ്നലിൽ നിന്ന് തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ട. ഡൗൺ സൈഡിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സിഗ്നലിൽ നിന്ന് എൻട്രി എടുക്കാം. 53,170 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാവുന്നതാണ്. 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 53,740 മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്ക് 53,310 താഴെ ഡൗൺ സൈഡിലേക്കും ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് വരാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ 82,310 മുകളിൽ എൻട്രി എടുക്കാം. അതുതന്നെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 81,130 താഴെ എൻട്രി എടുത്ത് വരാം. 5 മിനിറ്റ്സിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. 81,550 താഴെ അപ്പ് സൈഡിലേക്ക് 81,910 മുകളിൽ. സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ട് ഇതേപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങളുടെ ചാർട്ടിൽ വരച്ച് പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൃത്യമായി സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.